യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി. നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷ പൂർണ്ണമായും റദ്ദ് ചെയ്യാനാണ് സനയിൽ നടന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുള്ളത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുടെ ഓഫീസാണ് വിവരം പുറത്തുവിട്ടത്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വരുന്ന വാർത്ത ഏറ്റവും ആശ്വാസകരം എന്നുള്ളതാണ്. ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുടെ ഓഫീസാണല്ലോ ഈ വിവരം പുറത്തുവിട്ടത്. നമുക്കറിയാം, ഈ വിഷയത്തിൽ കാന്തപുരം നടത്തിയ ഒരു ഇടപെടൽ, അത് നമ്മൾ തന്നെയൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യം കൂടിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എങ്ങനെ കാണാം? ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഈ വിവരങ്ങളെ എങ്ങനെ അനുമാനിക്കാം? അശ്വതി, നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വിവരം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിമിഷപ്രിയയുടെ, അതായത് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് അറിയിച്ചിട്ടുള്ളത്. അത് വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട്. കാന്തപുരത്തിന്റെ ആവശ്യപ്രകാരം ഷൈഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കുടുംബം, അവരുടെ വധശിക്ഷയുടെ കാര്യത്തിൽ കുടുംബം പിറകോട്ട് പോയിരിക്കുന്നു. വധശിക്ഷയല്ല വേണ്ടത് എന്നുള്ള നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തായാലും അവർക്ക് ജീവപര്യന്തമാണോ അതല്ലെങ്കിൽ മോചനം ലഭിക്കുമോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും കുടുംബം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കുടുംബമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം കുടുംബം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിമിഷപ്രിയയുടെ കാര്യത്തിൽ എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത്, അതായത് മോചനം ലഭിക്കുമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിക്ഷ ലഭിക്കുമോ എന്നതുൾപ്പെടെ മറ്റേതെങ്കിലും ശിക്ഷ വേണം എന്നുള്ള രീതിയിലേക്ക് കുടുംബം മാറുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കായിരിക്കും പോവുക. തൽക്കാലത്തേക്ക് നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. വിനേഷ്, അത് തന്നെയാണ് വിനേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിലൊക്കെ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പങ്കുവച്ചിരുന്നു. അതായത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ എന്നാണ്, അല്ലെങ്കിൽ പുതുക്കിയ തീയതി ഉടൻ അറിയിക്കണം എന്ന തരത്തിലൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പങ്കുവച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ സനയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചത് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടാകുമല്ലോ. കുടുംബം എന്തായിരിക്കും ഒരുപക്ഷെ ഇനി തീരുമാനിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? അവർ ഈ ഒരു തീരുമാനത്തോട് യോജിക്കുമോ? അതെങ്ങനെ നമുക്ക് വിലയിരുത്താം? അശ്വതി, നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് പൂർണ്ണമായി റദ്ദ് ചെയ്യാൻ സനയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ കാന്തപുരത്തിന്റെ ആവശ്യപ്രകാരം ഷൈഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചകളിലാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായാണ് എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. വധശിക്ഷ റദ്ദാക്കിയ ശേഷമുള്ള മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു. ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന നയതന്ത്ര പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ശരി, എന്തായാലും യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി. നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷ പൂർണ്ണമായും റദ്ദ് ചെയ്യാനാണ് സനയിൽ നടന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുള്ളത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുടെ ഓഫീസാണ് ഈ വിവരം പുറത്തുവിട്ടത്. വിവരങ്ങളാണ് എസ് വിനേഷ് കുമാർ